DCCകൾക്ക് കൂടുതൽ അധികാരം നൽകി പാർട്ടി അടിത്തട്ടിൽ ശക്തിപ്പെടുത്തുന്ന പ്രഖ്യാപനവുമായി കോൺഗ്രസ് അഖിലേന്ത്യാ സമ്മേളനം. DCC അധ്യക്ഷന്മാരുടെ പ്രവർത്തനത്തിന് മാർഗരേഖ കൊണ്ടുവരുമെന്ന് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ വ്യക്തമാക്കി. ജില്ലാ കമ്മിറ്റികളെ പാർട്ടിയുടെ അടിത്തറയാക്കുമെന്ന് രാഹുൽ ഗാന്ധിയും അറിയിച്ചു. വഖഫ് നിയമ ഭേദഗതിക്കെതിരെ സമ്മേളനം പ്രമേയവും പാസാക്കി. മോദിയുടെയും അമിത്ഷായുടെയും തട്ടകത്തിൽ പുതിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ച് കോൺഗ്രസ്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ യോഗങ്ങളിൽ ഇനി DCC അധ്യക്ഷന്മാർക്കും ഇരിക്കാം. ഈ മാസം 15-ന് ഗുജറാത്തിലും 28-ന് രാജസ്ഥാനിലും രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യത്തിൽ യോഗം ചേർന്ന് പുനഃസംഘടനയ്ക്ക് തുടക്കമിടും. संगठन निर्माण में जिला अध्यक्षों की भूमिका महत्वपूर्ण होने वाली है, इसलिए इनकी नियुक्ति स्ट्रिक्टली AICC गाइडलाइंस के अनुसार निष्पक्षपात होना है. RSS ക്രിസ്ത്യൻ സമൂഹത്തിന്റെ സ്വത്തിൽ അക്രമം നടത്താൻ പോകുന്നു എന്ന് ഓർഗനൈസർ ലേഖനം ചൂണ്ടിക്കാട്ടി രാഹുൽ ഗാന്ധി വിമർശിച്ചു. മഹാരാഷ്ട്ര അടക്കമുള്ള തെരഞ്ഞെടുപ്പുകളിലെ അട്ടിമറി, രാജ്യത്തിന്റെ സ്വത്തുക്കൾ അദാനി അംബാനിമാർക്ക് തീരെഴുതുന്ന കേന്ദ്ര സർക്കാർ നയം, അമേരിക്കയ്ക്കും ചൈനയ്ക്കും മുന്നിൽ കീഴടങ്ങുന്ന വിദേശ നയം അടക്കമുള്ള വിഷയങ്ങളിൽ രൂക്ഷ വിമർശനങ്ങൾ ചർച്ചയിൽ കേന്ദ്ര സർക്കാരിന് എതിരെ ഉണ്ടായി. രാഷ്ട്രീയ പ്രമേയത്തിൽ കേരളത്തിൽ നിന്ന് ശശി തരൂർ, റോജി എം ജോൺ, എം ലിജു, ഷാഫി പറമ്പിൽ എന്നിവർ സംസാരിച്ചു. നമ്മൾ ഒരിക്കലും വള്ളത്തോളിന്റെ വരികൾ മറക്കരുത്. ഭാരതമെന്ന് കേട്ടാൽ അഭിമാനപൂരിതം ആവണം അന്തരംഗം. കേരളമെന്ന് കേട്ടാൽ തിളക്കണം ചോര നമ്മുടെ ഞരമ്പുകളിൽ. ഉമ്മൻചാണ്ടി അടക്കം കഴിഞ്ഞ വർഷങ്ങളിൽ അന്തരിച്ച നേതാക്കൾക്ക് സമ്മേളനത്തിൽ ആദരാഞ്ജലി അർപ്പിച്ചു.